നെറ്റ്വർക്ക് അനാലിസിസിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പേർട്ടാണ്. പേർട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇതിനു മുന്നേ നമ്മൾ പഠിച്ചത് CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന മെത്തേഡായിരുന്നു. CPM ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ മാക്സിമം ഡ്യൂറേഷൻ കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് CPM ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് സിസ്റ്റം ആണെങ്കിൽ PERT എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. അതുപോലെ തന്നെ CPMൽ വെൽ നോൺ ആക്ടിവിറ്റി ടൈംസ്, അതായത് ആക്ടിവിറ്റി ടൈംസ് നമുക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് അറിയാമെങ്കിൽ PERTൽ ആക്ടിവിറ്റി ഡ്യൂറേഷനിൽ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്. അതായത് ആക്ടിവിറ്റി ഡ്യൂറേഷൻ നിശ്ചയമായും നമുക്ക് അറിയണമെന്നില്ല. അതുപോലെ തന്നെ CPMൽ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് ആക്ച്വൽ ടൈം ടേക്കൺ ആണ്. എന്നാൽ PERTൽ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചാണ്. ഇത്രയുമാണ് CPMഉം PERTഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. ടേംസ് യൂസ്ഡ് ഇൻ PERT. Event. It is the start or completion of a task. It is represented by a circle and do not consume time or resources. Activity. It is the actual performance of a task. It consumes time and resources such as manpower, space, material, etc. It is represented by the line and arrow. PERTൽ നമ്മൾ ഇവൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിളിലാണ്, ആക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈൻ ആൻഡ് ആരോ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ CPMൽ നമ്മൾ ഉപയോഗിച്ച ടേംസ് ആണ് പ്രീ ഓപ്പറേഷൻ, പോസ്റ്റ് ഓപ്പറേഷൻ എന്നിവ. ഇവിടെ PERTൽ ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറയുന്നത് സക്സസർ ഇവൻറ്റ് അല്ലെങ്കിൽ പ്രെഡിസസർ ഇവൻറ്റ് എന്നിവയാണ്. അതുപോലെ തന്നെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് കംപ്ലീഷൻ ടൈം ഓഫ് ദ പ്രൊജക്റ്റ് ആൻഡ് ഈക്വൽ ടു ദ സം ഓഫ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഓൾ ആക്ടിവിറ്റീസ് along the longest path of the project. എത്രയും മുന്നേ പ്രൊജക്റ്റ് തീർക്കുന്നതോ ആ തീർക്കാനെടുക്കുന്ന സമയത്തെയാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിലെ എല്ലാ എക്സ്പെക്റ്റഡ് ടൈംസിൻ്റെയും സം ആണ്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ലേറ്റസ്റ്റ് അലവബിൾ ടൈം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ ടൈം ആൻ ഇവൻറ്റ് ക്യാൻ ടേക്ക് വിത്തൗട്ട് ഡിലേയിങ് ദ ഫൈനൽ കംപ്ലീഷൻ ഡേറ്റ്. ഫൈനൽ കംപ്ലീഷൻ ഡേറ്റിന് മുന്നോടിയായി അല്ലെങ്കിൽ മുന്നേ തന്നെ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ലാർജസ്റ്റ് പോസിബിൾ ടൈമാണ് ലേറ്റസ്റ്റ് അലവബിൾ ടൈം. സ്ലാക്ക്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് അലവബിൾ ടൈം ആൻഡ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. ദാറ്റ് ഈസ് സ്ലാക്ക് ഈസ് ഈക്വൽ ടു TL - TE.
ക്രിട്ടിക്കൽ പാത്ത് CPM ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലൗബിൾ ടൈമും സെയിം ആയി വരുന്ന ഇവൻസിൻ്റെ പാത്തിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ സ്ലാക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കാം. അതിനു മുന്നേ ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം, പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞ 3 ടേംസ് PERT ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ PERT ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഓപ്പറേഷൻ ടൈം കനോട്ട് ബി എസ്റ്റിമേറ്റഡ് ആക്യുറേറ്റ്ലി. നമ്മൾ CPM ഷെഡ്യൂൾഡ് ടൈം അല്ലെങ്കിൽ ഓപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ടൈമായി എടുത്തിരുന്നു. ഇവിടെ PERT അങ്ങനെ എടുക്കാൻ സാധിക്കുകയില്ല, കാരണം അതൊരു പ്രോബബിലിസ്റ്റിക് ടൈം മോഡലാണ്. അതായത് ഒരു ഓപ്പറേഷൻ മുഴുമിക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ആക്യുറേറ്റായി കണ്ടെത്താൻ കഴിയില്ല എന്ന അസംഷൻ ഉപയോഗിച്ചാണ് PERT ആക്ടിവിറ്റി ടൈം കണക്കാക്കുന്നത്. സോ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് TO എന്നാണ്, സ്മോൾ ലെറ്റർ TO എന്നാണ്. സെക്കൻഡ് വൺ മോസ്റ്റ് ലൈക്ലി ടൈം. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് TM എന്നാണ്. ആൻഡ് ലാസ്റ്റ് വൺ പെസിമിസ്റ്റിക് ടൈം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ TP എന്നാണ്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത് ആക്ച്വൽ ടൈമിൻ്റെ ഏകദേശം അതേ വാല്യൂ തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കുറച്ച് മാത്രം ഡിലേ അല്ലെങ്കിൽ സെറ്റ് ബാക്ക് കാരണം കുറച്ച് മാത്രം ഡിലേ ഉണ്ടായി, ആ ഡിലേ കാരണം പ്രൊജക്റ്റിനെ എടുക്കുന്ന ഡ്യൂറേഷനെയാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല നടക്കുന്നത് എങ്കിൽ അവിടെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം എത്ര സമയമെടുക്കുന്നു എന്നതിനെയാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഈ 3 ടൈമുകൾ ഉപയോഗിച്ചാണ് PERT നമ്മൾ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടൈം എന്ന് പറയുന്നത് ഈ 3 ടൈമുകൾ ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് ടൈമിൻ്റെ ഉപയോഗിച്ചുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടൈം കണ്ടുപിടിക്കുന്നത്. TE എക്സ്പെക്റ്റഡ് ടൈം TE ഈസ് ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP വോൾ ഡിവൈഡഡ് ബൈ 6. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടൈം കണ്ടുപിടിക്കുന്നത്. ഇതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു TP മൈനസ് TO ഡിവൈഡഡ് ബൈ 6 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് TP മൈനസ് TO ഹോൾ ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. A project has the following 9 activities. The expected time of each activities is given below. ഇവിടെ 9 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അതിലെ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 1 to 2 5 days, 1 to 3 4 days, 1 to 4 7 days, 2 to 5 6 days, 3 to 5 10 days,
3 to 6 7 days, 4 to 6 8 days, 5 to 7 5 days, and 6 to 7 6 days. Draw the project network, identify the critical path, find the project duration. നമുക്ക് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ആദ്യം പ്രൊജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കുക, then identify the critical path and find the project duration. Project network is drawn below. ഇവിടെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റീസ് തമ്മിൽ ബന്ധമുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് 1 to 2, 1 to 3, 1 to 4. സോ 1 എന്ന ആക്ടിവിറ്റിയിൽ നിന്ന് 3 ലൈൻ ആൻഡ് ആരോ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1 to 2, 1 to 3 and 1 to 4. Then 2 to 5. 2 എന്ന ആക്ടിവിറ്റിയിൽ നിന്ന് 5 എന്ന ആക്ടിവിറ്റിയിലേക്ക് കണക്ഷൻ ഉണ്ട്. അത് നമ്മളൊരു ലൈൻ ആൻഡ് ആരോ ആയി മാർക്ക് ചെയ്യുന്നു. ദെൻ 3 to 5. ഫിഗറിൽ കാണാം 3യിൽ നിന്ന് 5ലേക്കും ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾസോ 3 to 6. 3യിൽ നിന്നും 6ലേക്ക് ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 4 to 6. 4 to 6 ഫോർത്ത് ആക്ടിവിറ്റിയിൽ നിന്ന് 6th ആക്ടിവിറ്റിയിലേക്കും ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 5 to 7. 5 to 7 ആൻഡ് ലാസ്റ്റ് വൺ 6 to 7. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തരുന്ന ആക്ടിവിറ്റീസിൻ്റെ കണക്ഷൻസ് ഉപയോഗിച്ചാണ് പ്രോജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കുന്നത്. അതോടൊപ്പം ഈ ലൈൻ ആൻഡ് ആരോയിൻ്റെ മുകളിലായി നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമും മാർക്ക് ചെയ്യുന്നു. 1 to 2 5 days എക്സെട്ര. അതുപോലെ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈമും അതിൽ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അടുത്തതായി കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ഫോർ വേരിയസ് പാത്ത്സ്. ഇവിടെ ഡിഫറെൻ്റ് പാത്ത്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 to 5 7. 1 2 5 7. ഓൾസോ 1 3 5 7, 1 3 6 7 ആൻഡ് 1 4 6 7. ഇങ്ങനെ 4 പാത്തുകളാണ് ഈ ഒരു പ്രൊജക്റ്റിലുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ സമ്മാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ 1 2 5 7 എന്ന പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 5 + 6 + 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 16. അങ്ങനെ ഓരോന്നിലും നമ്മൾ ടോട്ടൽ ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നു. ഇതിലെ ഏറ്റവും മാക്സിമം ഡ്യൂറേഷനാണ് ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പാത്തിൻ്റെ ഡ്യൂറേഷൻ 16, സെക്കൻഡ് വൺ 19, തേർഡ് വൺ 17 ആൻഡ് ഫോർത്ത് വൺ 21 എന്നിങ്ങനെയാണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഇതിലെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1 4 6 7 ആണ്. കാരണം 21 ആണ് ഇതിലെ മാക്സിമം ഡ്യൂറേഷൻ ഉള്ളത്. സോ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ വിൽ ബി 21 days. മറ്റൊരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സ്മോൾ പ്രൊജക്റ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 9 ആക്ടിവിറ്റീസ് ആസ് ഗിവൺ ബിലോ. ആക്ടിവിറ്റി 1 to 2, 1 to 6, 2 to 3, 2 to 4, 3 to 5, 4 to 5, 6 to 7, 5 to 8 and 7 to 8. ഈ ഓരോ ആക്ടിവിറ്റിയുടെയും 3 ടൈമുകൾ. ഫസ്റ്റ് വൺ ഒപ്റ്റിമിസ്റ്റിക് ടൈം, സെക്കൻഡ് വൺ മോസ്റ്റ് ലൈക്ലി ടൈം ആൻഡ് തേർഡ് വൺ പെസിമിസ്റ്റിക് ടൈം. അത് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ ഓരോ നെറ്റ്വർക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയുടെയും 3 ടൈം. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് പ്രൊജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കുക എന്നതാണ്. പ്രൊജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി 1 to 2 ആൻഡ് 1 to 6 ആണ്. സോ ആക്ടിവിറ്റി 1ൽ നിന്ന് 2 ലൈൻ ആൻഡ് ആരോ ആണ് ഉള്ളത്.
1 to 2 and 1 to 6. Then ആക്ടിവിറ്റി 2ൽ നിന്ന് രണ്ട് ആരോസ് ആണുള്ളത്, അല്ലെങ്കിൽ രണ്ട് കണക്ഷൻസ് ആണുള്ളത്. 2 to 3 and 2 to 4. അതും നമ്മൾ വരച്ചിട്ടുണ്ട്. 2 to 4 and 2 to 3. ദെൻ ആക്ടിവിറ്റി 3ൽ നിന്ന് ഒരു കണക്ഷൻ ഉള്ളത് 3 to 5. അതും നമ്മൾ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 to 5. Then 4 to 5, 6 to 7, 4 to 5 and 6 to 7 എന്നിങ്ങനെ ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നത് 5 to 8 and 7 to 8 ആണ്. 5 to 8 and 7 to 8 ആണ് നെക്സ്റ്റ് ആക്ടിവിറ്റി മാർക്ക് ചെയ്തത്. സോ പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആദ്യം ലഭിച്ചിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് വരയ്ക്കേണ്ടത് ഒരു പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രമാണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ആവറേജ് ടൈമാണ്. നമ്മൾ പറഞ്ഞു അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP വോൾ ഡിവൈഡഡ് ബൈ 6 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുന്നത്. ഇവിടെ 1 to 2 എന്ന ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ ഒപ്റ്റിമിസ്റ്റിക് ടൈം TO എന്ന് പറയുന്നത് 2 days ആണ്. മോസ്റ്റ് ലൈക്ലി ടൈം TM എന്ന് പറയുന്നത് 5 days ആണ്. പെസിമിസ്റ്റിക് ടൈം TP എന്ന് പറയുന്നത് 14 days ആണ്. സോ ആക്ടിവിറ്റി 1 to 2ൻ്റെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് TO പ്ലസ് 4TM പ്ലസ് TP വോൾ ഡിവൈഡഡ് ബൈ 6. സോ TE കണ്ടുപിടിക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം 2 days പ്ലസ് 4 into TM. TM എന്ന് പറയുന്നത് 4 ആണ്, 5 ആണ്. സോ 5 into 4. പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് 14 days ആണ്. സോ പ്ലസ് 14 വോൾ ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 6 days. സോ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 6 days ആണ്. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ആവറേജ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നേരത്തെ വരച്ച പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാമിൽ എക്സ്പെക്റ്റഡ് ടൈമും അതുപോലെ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടൈമാണുള്ളത്. ഒന്ന് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ഒന്ന് ലേറ്റസ്റ്റ് അവൈലബിൾ ടൈമുമാണ്. TE ആൻഡ് TL, ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് അലവബിൾ ടൈം. ഈ രണ്ട് ടൈമുകളും നമുക്ക് ആ പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാമിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇവൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈമും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സെക്കൻഡ് ഇവൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ TE is equal to 6 and 1 to 2 ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം ആയിരുന്നു 6 എന്ന് പറയുന്നത്. 2 to 3 13 ആയിരിക്കും. സോ തേർഡ് ആക്ടിവിറ്റിയുടെ TE എന്ന് പറയുന്നത് 6 പ്ലസ് 13 വിച്ച് ഈസ് ഈക്വൽ ടു 19 എന്നായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഇവൻറ്റിൽ നിന്ന് സിക്സ്ത് ഇവൻറ്റിലേക്ക് നമ്മൾ ആക്ടിവിറ്റിയുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എക്സ്പെക്റ്റഡ് ടൈം 5 ആയിരുന്നു. സോ സിക്സ്ത് ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് TE ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. അതുപോലെ
2 to 4 ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 4 ആയിരുന്നു. സോ 2 to 4 ആയി മാർക്ക് ചെയ്ത ആരോയുടെ മുകളിലായി നമ്മൾ 4 എന്ന് മാർക്ക് ചെയ്യുന്നു, 4 ഡേയ്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഫോർത്ത് ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 6 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്നായിരിക്കും. അതുപോലെ 3 to 5 ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് ലഭിച്ചത് 11 ഡേയ്സ് ആയിരുന്നു. സോ അത് ഈ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. സോ TE ഓഫ് ഫിഫ്ത്ത് ഇവൻറ്റ് വിൽ ബി ഈക്വൽ ടു 19 + 11 വിച്ച് ഈസ് ഈക്വൽ ടു 30. അതുപോലെ 4 to 5 ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് ലഭിച്ചത് 6 ആയിരുന്നു. സോ ആ ഒരു മാർക്കിന് മുകളിലായി 6 എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 to 5 ആക്ടിവിറ്റിയുടെ ടൈം നമുക്ക് ലഭിച്ചത് 11 ആയിരുന്നു. സോ ഫിഫ്ത്ത് ആക്ടിവിറ്റിയുടെ ആക്ടിവിറ്റി ടൈം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 30 ആയിരിക്കും. അതുപോലെ 4 to 5 ലൈനിൽ നമുക്ക് ലഭിച്ച ടൈം എന്ന് പറയുന്നത് 6 ഡേയ്സ് ആയിരുന്നു. പക്ഷേ ഫിഫ്ത്ത് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 30 ആണ് ഹയസ്റ്റ്. അതായത് 10 + 6 എന്ന് പറയുന്നത് 4 to 5 കൺസിഡർ ചെയ്യുമ്പോൾ 10 + 6 എന്ന് പറയുന്നത് 16 ആയത് കാരണം അവിടെ ഈ രണ്ട് ആക്ടിവിറ്റി ടൈമുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ടൈം ഏതാണ്, അതാണ് ഫിഫ്ത്ത് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. സോ 30 ആയിരിക്കും ഫിഫ്ത്ത് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ 6 to 7 ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 11 ആയിരിക്കും. അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സെവൻത്ത് ഇവൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം, ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം T ഈസ് ഈക്വൽ ടു 5 + 11 16 ആയിരിക്കും. അതുപോലെ 5 to 8 ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചത് 3 ആയിരുന്നു. സോ അത് മാർക്ക് ചെയ്തു. സോ എയ്ത്ത് ആക്ടിവിറ്റിയുടെ TE ഈസ് ഈക്വൽ ടു 33 ആയിരിക്കും. 7 to 8 കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലഭിച്ച എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 15 ഡേയ്സ് ആയിരുന്നു. പക്ഷേ ആഡ് ചെയ്യുകയാണെങ്കിൽ 7 to 8 ആഡ് ചെയ്യുകയാണെങ്കിൽ 16 + 15 31 ആണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് മുന്നേ തന്നെ TE ഈസ് ഈക്വൽ ടു 33 നമുക്ക് ലഭിച്ചിരുന്നു. മാക്സിമം ഏതാണോ, മാക്സിമം 31ലെയും അതുപോലെ 33ലെയും മാക്സിമം ഏതാണോ ആ മാക്സിമം ടൈമാണ് നമ്മൾ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമായി എടുക്കേണ്ടത്. സോ എയ്ത്ത് ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 33 ആയിരിക്കും. ഇതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ടൈപ്പ് ടൈമാണുള്ളത്. ഒന്ന് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ആൻഡ് രണ്ടാമത്തത് ലേറ്റസ്റ്റ് അലവബിൾ ടൈമും. അത് ലേറ്റസ്റ്റ് അലവബിൾ ടൈം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് TL എന്നാണ്. അവസാനത്തെ ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും അതുപോലെ ലേറ്റസ്റ്റ് അലവബിൾ ടൈമും ഈക്വൽ ആയിരിക്കും. സോ എയ്ത്ത് ഇവൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അലവബിൾ ടൈമും 33 ആയിരിക്കും. ഇതിൽ നിന്ന് ഓരോ ഇവൻറ്റിൻ്റെയും ലേറ്റസ്റ്റ് അലവബിൾ ടൈം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ എയ്ത്ത് ഇവൻറ്റിൽ നിന്ന് ഫസ്റ്റ് ഇവൻറ്റിലേക്കാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലും ഈ ഒരു രീതി തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സോ ഫിഫ്ത്ത് ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഫോർത്ത് ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം TL എന്ന് പറയുന്നത്
24 ആയിരിക്കും. അതുപോലെ തേർഡ് ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം 19 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തേർഡ് ആക്ടിവിറ്റിയുടെ നമുക്ക് കിട്ടിയ TL എന്ന് പറയുന്നത് 19 ആയിരുന്നു. അതുപോലെ ഫോർത്ത് ആക്ടിവിറ്റിയുടെ TL എന്ന് പറയുന്നത് 24 ആയിരുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് ടു 3 to 2 ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ 19 - 16 ആണ് നമുക്ക് ലഭിക്കുന്നത്. 19 - 16 എന്ന് പറയുന്നത് 3 ആയിരിക്കും. പക്ഷേ ഇവിടെ 19 - 13 വിച്ച് വിൽ ബി ഈക്വൽ ടു 6 ആയിരിക്കും. അതുപോലെ ഫോർത്ത് ഇവൻറ്റിൽ നിന്ന് സെക്കൻഡ് ഇവൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ TL എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് 24 - 4 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 20. ഇവിടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഓഫ് ടൈം. ഏത് ടൈമാണോ മിനിമം അതാണ് എടുക്കേണ്ടത്. നമ്മൾ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമിൽ മാക്സിമം ആണ് എടുത്തത് എങ്കിൽ ഇവിടെ ലേറ്റസ്റ്റ് അലവബിൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മിനിമം ടൈമാണ്. സോ നമുക്ക് രണ്ട് വാല്യൂസ് ലഭിക്കുന്നതും 19 - 13 വിച്ച് ഈസ് ഈക്വൽ ടു 6 ആൻഡ് 24 - 4 വിച്ച് ഈസ് ഈക്വൽ ടു 20. ഇതിലെ മിനിമം വാല്യൂ ആയ 6 ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ സെക്കൻഡ് ഇവൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അലവബിൾ ടൈം എന്ന് പറയുന്നത് 6 ആയിരിക്കും. TL ഈസ് ഈക്വൽ ടു 6. ആൻഡ് ഫസ്റ്റ് ഇവൻറ്റിൻ്റെ TL എന്ന് പറയുന്നത് 6 - 6 വിച്ച് ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ 8th ഇവൻറ്റിൽ നിന്ന് 7th ഇവൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ TL എന്ന് പറയുന്നത് 33 - 15 ആയിരിക്കും. സോ TL 7th ഇവൻറ്റിൻ്റെ TL എന്ന് പറയുന്നത് 18 ആയിരിക്കും. 6th ഇവൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 18 - 11 വിച്ച് ഈസ് ഈക്വൽ ടു 7 എന്നിങ്ങനെയായിരിക്കും TLൻ്റെ വാല്യൂ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് TEയും TLും, അതായത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ടൈമും ഈക്വലായി വരുന്ന പാത്ത് ഏതാണോ അതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 5, 8 ഈ ഒരു പാത്തിൽ മാത്രമേ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ടൈമും ഈക്വലായി വരുന്നുള്ളൂ. മറ്റ് പാത്തുകൾ കൺസിഡർ ചെയ്യുമ്പോൾ 1, 2, 4, 5, 8ഉം അതുപോലെ 1, 6, 7, 8ഉം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലെ ചില ഇവൻറ്റുകളിൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർത്ത് ഇവൻറ്റിൽ TE എന്ന് പറയുന്നത് 10ഉം TL എന്ന് പറയുന്നത് 24ഉമാണ്. അതുപോലെ 6th ഇവൻറ്റിൽ TE എന്ന് പറയുന്നത് 5ഉം TL എന്ന് പറയുന്നത് 7 ആണ്. 7th ഇവൻറ്റിൽ TE എന്ന് പറയുന്നത് 16ഉം അതുപോലെ TL എന്ന് പറയുന്നത് 18ഉമായിരിക്കും. അവിടെ ഡിഫറൻസ് വരുന്നത് കാരണം സെയിം ആയ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ടൈമും വരുന്ന പാത്ത്, അതായത് 1, 2, 3, 5, 8 എന്ന പാത്ത് ആയിരിക്കും ക്രിട്ടിക്കൽ പാത്ത്. ഇതിലെ 1, 2, 3, 5, 8 എന്ന പാത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിൽ വരുന്ന എക്സ്പെക്റ്റഡ് ടൈമിൻ്റെ, സോ 6 + 13 + 11 + 3, 6 + 13 + 11 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 33 ഡേയ്സ്. സോ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും 33 ഡേയ്സ്. ഇനി കണ്ടുപിടിക്കേണ്ടത് സ്ലാക്ക് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞു സ്ലാക്ക് എന്ന് പറയുന്നത് ഓരോ ഈ ആക്ടിവിറ്റിയുടെയുമായ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ഇവൻറ്റ് 1, 2, 3, 4, 5, 6, 7, 8 എന്ന 8 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ സ്ലാക്ക് എന്ന് പറയുന്നത് TL - TE ആയിരിക്കും. ഓരോ ഇവൻറ്റിൻ്റെയും സ്ലാക്ക് എന്ന് പറയുന്നത് TL - TE ആയിരിക്കും. സോ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 5th, 8th ഈ ഇവൻറ്റുകളിലെ സ്ലാക്ക് എന്ന് പറയുന്നത്, അതായത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും
ലേറ്റസ്റ്റ് അലവബിൾ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു ഇവൻറ്റിലൂടെയാണ് ക്രിട്ടിക്കൽ പാത്ത് കടന്നു പോകുന്നത്. അതായത് എവിടെയാണോ സ്ലാക്ക് 0 ആയിരിക്കുന്നത് ആ ഒരു പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്.